ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഒ അബ്ദുള്ള, ബി.ജെ.പി. നേതാവ് ജോർജ് കുര്യൻ, അഡ്വക്കേറ്റ് സി.പി. ഉദയഭാനു, രാഹുൽ ഈശ്വർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവർ. ആദ്യം ശ്രീ ഒ അബ്ദുള്ള, കേരളത്തിൽ എപ്പോഴെങ്കിലും ഒരു ഭീകരവാദ കേസിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ഇങ്ങനെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കേരളത്തിലും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ തന്നെ ഇതേ രാജ്യത്തിനെതിരായ യുദ്ധക്കുറ്റം പോലെയുള്ള വലിയ കുറ്റങ്ങൾക്ക് തടവിലേക്ക് പോകുന്നു? താങ്കളോട് തിരിച്ചൊരു ചോദ്യം. ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആരാധനാലയം 450 വർഷക്കാലം ഒരു വിഭാഗം ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു ആരാധനാലയം ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യം മുഴുവനും ശിലാന്യാസം എന്ന പേരിൽ വർഗീയ വിഷം മനുഷ്യജീവിതത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെ സുഷിരങ്ങളിലും വർഗീയ വിഷം കലർത്തിക്കൊണ്ട് രാജ്യം മുഴുവനും പടയോട്ടം നടത്തുകയും ആ മസ്ജിദ് തകർക്കുകയും ചെയ്ത സംഭവം, തുടർന്ന് ബോംബെ നഗരത്തിൽ 2000-ഓളം ആളുകളെ നിഷ്കരണം കൊന്നതായ സംഭവം, ആ ആളുകളെ താടി ബലമായി പ്രയോഗിച്ചതായ ഒരു അനുഭവം, അവരെ തൊപ്പിയെ വലിച്ചു ഊഹിച്ചതായ സംഭവം, തുടർന്ന് ഗുജറാത്തിൽ ഒരു ഭരണാധികാരി ഭരണകൂടത്തിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുക്കൾക്ക് പകരം വീട്ടാൻ അവസരം നൽകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രഖ്യാപനത്തിന് DGPയെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ സാക്ഷ്യം മുസ്ലിം സമുദായത്തിന്റെ അരക്ഷിതാവസ്ഥ, അതിന് ഭൂരിപക്ഷ വർഗീയത രാജ്യത്തുണ്ടാക്കിയ സാഹചര്യം, ഇതിനെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുക എന്ന അർത്ഥത്തിലല്ല താങ്കളോട് ആ ചോദ്യം ചോദിച്ചത്. ശ്രീ ഒ അബ്ദുള്ള, മുസ്ലിം സമുദായം ഏതൊക്കെ തരത്തിൽ അരക്ഷിതത്വം നേരിടുന്നു, അതിന് രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയത ഏതൊക്കെ തരത്തിൽ കാരണമായി, ഇതായിരുന്നില്ല താങ്കളോട് ചോദിച്ച ചോദ്യം. ഇതിന്റെ സാഹചര്യങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, കേരളത്തെ ഇതിൽ നിന്നൊക്കെ താരതമ്യം ചെയ്ത് വ്യത്യസ്തമാക്കി നിർത്തിയിരിക്കുകയായിരുന്നല്ലോ നാം. അവിടെ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ ഇത്ര വലിയ കുറ്റവാളികളായി മാറുന്നു? അതിൻ്റെ മറുപടിയാണല്ലോ ഞാൻ പറഞ്ഞത്. താങ്കൾ ചോദിക്കേണ്ട ചോദ്യം ഈ വിഷയത്തിൽ അങ്ങനെ അല്ലല്ലോ ചോദിക്കേണ്ടത്. മുസ്ലിം സമുദായത്തിലുള്ളവർ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നതാണ്? മുസ്ലിം സമുദായത്തിനാണ് പ്രശ്നങ്ങളുള്ളത്. അവരെ ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായ ആളുകൾ ഇത് ചെയ്ത് തെറ്റാണ് എന്നത് 101 തവണ ഇവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടതായ കുറ്റം യഥാർത്ഥത്തിൽ ആ കുറ്റം ഇതിനേക്കാൾ കഠിനമായ ശിക്ഷ അറിയിക്കുന്നതാണ്. അക്കാര്യത്തിൽ യാതൊരു ചോദ്യം ശ്രീ ഒ അബ്ദുള്ള, കേരളത്തിൽ മുസ്ലിം സമുദായത്തെ ഈ രൂപത്തിൽ അരക്ഷിതത്വം അനുഭവിപ്പിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ എന്താണ് കേരളത്തിൽ? അല്ല, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു സംസ്ഥാനമാണ്. ഇന്ത്യ രാജ്യത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഒന്നും കേരളത്തിൽ ബാധകമല്ല എന്ന് പറഞ്ഞാൽ കേരളം വേറൊരു രാജ്യമാണെന്നതിൻ്റെ അർത്ഥം. ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ ഈ സംഭവങ്ങളല്ല മറ്റ് പല സംഭവങ്ങളും, ഈ സംഭവം കേരളത്തിൽ വെച്ച് നടക്കുന്നു എന്നതല്ലാതെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിനെ അരക്ഷിതരാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത 990 ഇവിടെ ശക്തിപ്പെട്ടതായ സംഘ് പരിവാർ ശക്തികളാണ്. അവരിവിടെ പലതരത്തിലുമുള്ളതായ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നു, ഉന്മൂലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സ്വാധീന ഫലമായി ഭരണകൂടം മൃദു ഹിന്ദുത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ കൂട്ടായ്മകളെപ്പോലും ഇവിടെ വളരെ സംശയത്തോടു കൂടി ഞാൻ മറ്റു പല കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ തിരികെ താങ്കളിലേക്ക്. ശ്രീ ജോർജ് കുര്യൻ, ഈ പറയുന്ന തടിയന്റെ ഉൾപ്പെടെയുള്ള രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഈ കുറ്റവാളികളെ ഒ അബ്ദുള്ള അടക്കമുള്ളവർ എതിർക്കും, പക്ഷേ ഉപാധികളോടെ എതിർക്കും. ആ ഉപാധി നൽകുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമാണ് എന്നാണ് അതിനുള്ള രക്ഷാകവചം. മറുപടി ശ്രീ E.K. നായനാരെ തടിയൻ്റെ വീട് നസീർ വധിക്കാൻ ശ്രമിച്ചത് ഈ ബാബരി മസ്ജിദിൻ്റെ പ്രശ്നം കൊണ്ടാണോ? അതുപോലെ തന്നെ ചേകന്നൂർ മൗലവിയെ ഇവർ കൊന്നത് ഈ പ്രശ്നം കൊണ്ടാണോ? ഈ ലോകം മുഴുവൻ ഇങ്ങനെയുള്ള തീവ്രവാദം നടക്കുകയല്ലേ? ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ 50 ക്രിസ്ത്യാനികളെ വെടിവെച്ച് കൊന്നല്ലോ, അത് ഈ ബാബരി മസ്ജിദ് തകർന്നുകൊണ്ടാണോ? ലോകത്തെല്ലായിടത്തും തീവ്രവാദമുണ്ട്. അതിനെ വലിച്ച് കേരളത്തിൽ കൊണ്ടുവരികയാണ്. അതായത് സദാം ഹുസൈൻ്റെ കാര്യം വലിച്ച് കേരളത്തിൽ കൊണ്ടുവന്നു. ഇന്ത്യയിൽ എവിടെ എന്ത് സംഭവിച്ചാലും അത് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് കേരളത്തിലെ ചെറുപ്പക്കാരെ മാനസികമായിട്ട് ഒരു പരിഭ്രാന്തിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് 180 സ്ലീപ്പിംഗ് സെല്ലുകൾ
സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. അവർ ഏതാണ്ട് ചാരിറ്റി വർക്ക് നടത്തുന്നവർ, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിൽ ഇരിക്കുന്നവരൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ചെറുപ്പക്കാരെ ഈ രീതിയിൽ ഒ അബ്ദുള്ളയെ പോലെയുള്ളവർ എന്ത് സംഭവിച്ചാലും അത് ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്യാണ്. ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. കേരളത്തിലെ ചെറുപ്പക്കാരിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്നു. അതല്ല ചെയ്യേണ്ടത്. ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും പലതും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കേരളത്തിലേക്ക് എന്തിനു കൊണ്ടുവരണം? കേരളത്തിൽ ഭീതി വരുത്തുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും ഇവർ ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തവരാണ്. അവരുടെ ജാതിയും മതമൊന്നുമല്ല പ്രശ്നം. ഇതല്ലാത്തവരല്ലേ, ഈ ജാതിയിലും ഈ മതത്തിലും പെട്ടവരല്ലാത്തവർ രാജ്യത്തിനൊരു യുദ്ധം ചെയ്തിട്ടില്ലേ? അവർക്കെല്ലാം ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് ആ മതത്തിലേക്ക് പോവുക, ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിന് വേണ്ടി ചിന്തിക്കുക, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഒരു മതത്തിൽ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ശ്രീ രാഹുൽ ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്തുകൂടാ എന്ന നിലപാടെടുത്തുകൂടാ. ജോർജ് കുര്യൻ്റെ പ്രതികരണത്തിൽ അങ്ങനെ ഒരു തെറ്റായ ധ്വനിയുണ്ട്. പക്ഷേ ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു വികസിത സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ വേറെ രൂപങ്ങളിലാണ് നാം കണ്ടിട്ടുള്ളത്. ഇവിടെ ഇത് ആദ്യമായി ഇത്ര വലിയ കുഴപ്പക്കാർ എന്ന നിലയിൽ ഒരു ന്യൂനപക്ഷം പ്രവർത്തിക്കുകയാണ്, ഒരു ചെറു സംഘം പ്രവർത്തിക്കുകയാണ്. ഇതിൽ ഞാൻ ആദ്യം ചോദിക്കേണ്ടയോ അബ്ദുള്ളയോട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്തുകൊണ്ട് വരുന്നുവെന്ന്. താങ്കളോട് ചോദിക്കാനുള്ളത്, ഇതിൽ 4 പേരാണല്ലോ കൊല ചെയ്യപ്പെട്ടത്. അതിലൊരാൾ വെണ്ണല സ്വദേശി ഒരു മുഹമ്മദ് യാസിനാണല്ലോ. അയാൾ റീമോൻ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. ഏതാനും മാസങ്ങൾ മാത്രമേ ആയുള്ളൂ അദ്ദേഹം ഈ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ഇസ്ലാമിക തീവ്രവാദം തന്നെയാണോ പൂർണ്ണാർത്ഥത്തിൽ? 2 കാര്യങ്ങൾ ഇതിനുണ്ട്. നമുക്കൊരു തീവ്രവാദിയെ കൊല്ലാം, പക്ഷേ തീവ്രവാദം ഒരു ഐഡിയോളജിയാണ്. അതിനെ ഐഡിയോളജിക്കലി തന്നെ ഡിഫീറ്റ് ചെയ്യണം. ഞങ്ങളൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ബാബർ സ്വാമിയെ തൊഴുതിട്ടാണ് പോകുന്നത്. ഇവിടെ മതസൗഹാർദ്ദം ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അബ്ദുള്ള സാറിനെ പോലുള്ളവർ ഇൻഡയറക്ട്ലി ചെയ്യുന്നത്, അദ്ദേഹം ആരാധനാലയത്തിൻ്റെ കാര്യം പറഞ്ഞു. 90-ൽ 152 അമ്പലങ്ങൾ പൊളിക്കുകയും 5 ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകളെയും കാശ്മീരിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. 92-ലെ ബാബറി മസ്ജിദ് സംഭവം ഉള്ളതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഇതൊരു ആഗോള തീവ്രവാദം ഒരു സത്യമാണ്. അതിനെ കണ്ണടച്ചിട്ട് കാര്യമില്ല. 2, ഞാൻ വിദേശത്ത് പഠിച്ച ആളാണ്, ഇംഗ്ലണ്ടിലടക്കം. ഞങ്ങൾക്കെല്ലാം അവിടെ നിന്ന് വ്യക്തമാണ്, ഫണ്ടഡ് ആണ്. കേരളം ഒരു ടെറർ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് ഈസിയാണ്, ഫണ്ട് കൊണ്ടുവരാൻ ഈസിയാണ്, ഗൾഫുമായിട്ടൊരു കോറിഡോർ ഇവിടെയുണ്ട്. മാത്രമല്ല ഇതൊരു ഐഡിയോളജിക്കൽ ബാറ്റിലാണ്. അങ്ങ് ശ്രദ്ധിച്ചോന്നറിയില്ല, ഇന്ന് സർഫറാസ് നവാസ് പറഞ്ഞിട്ട് രസകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കുഞ്ഞാലി മരക്കാരുടെ പിൻതലമുറക്കാരെ രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട, എന്നാൽ കുഞ്ഞാലി 4-ാമൻ സാമൂതിരിക്കെതിരെ തന്നെ യുദ്ധം ചെയ്യുകയും മറ്റും ചെയ്ത ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഇവർ ഐഡിയോളജിക്കലി ഇൻഡോക്ട്രിനേറ്റഡ് ആണ് എന്നുള്ള സത്യമാണ്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, തീവ്രവാദത്തിൻ്റെ മറുപടി വർഗീയതയല്ല. തീവ്രവാദത്തിൻ്റെ മറുപടി കൂടുതൽ മതസൗഹാർദ്ദവും മതേതരത്വവും ദേശീയതയും തന്നെയാണ്. ഇവരെ ഐഡിയോളജിക്കലി തോൽപ്പിക്കണം. അബ്ദുള്ള സാറിനെ പോലുള്ളവർ എല്ലാ ആദരവും വെച്ച് പറഞ്ഞോട്ടെ, ഇൻഡിറക്ട്ലി ഇവരെ ജസ്റ്റിഫൈ ചെയ്യണം. അങ്ങ് ഇവിടെ പറഞ്ഞതിനൊരു ചെറിയ വിയോജിപ്പുണ്ട്. ഭൂരിപക്ഷ വർഗീയതയുടെ അരക്ഷിതത്വം കാരണമാണ് മുസ്ലിം തീവ്രവാദം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ 1979-ൽ മുസ്ലിം തീവ്രവാദികൾ ഹോളി മെക്ക ആക്രമിച്ചു. ഹിന്ദു വർഗീയത കൊണ്ടാണോ മെക്ക ആക്രമിക്കപ്പെട്ടത്? അവർ അമേരിക്കയോട് ചായ്ന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ഏറ്റവും വിശുദ്ധ സ്ഥലമായ മെക്ക ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോകത്താകമാനം ഈ തീവ്രവാദ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അവരുടെ ലക്ഷ്യം ഖിലാഫത്തിൻ്റെ പുനഃസ്ഥാപനമാണ്, ആഗോള സുന്നി തീവ്രവാദമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇത് കണ്ടില്ലെന്ന് നടിച്ച് തടിയൻ്റെ നസീറിനടക്കമുള്ളവർക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്താൽ 4 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ പറയും. ഇതൊരു വിശുദ്ധ യുദ്ധമല്ല, ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധമല്ല. ഇവർ തന്നെ പാകിസ്ഥാനിൽ ഷിയകളെ കൊല്ലുന്നില്ലേ, അഹമ്മദീയരെ കൊല്ലുന്നില്ലേ, ക്രിസ്ത്യാനികളെ കൊല്ലുന്നില്ലേ? അപ്പോൾ ഇത് ഭൂരിപക്ഷ വർഗീയതയും ഇന്ത്യയുമല്ല. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞോട്ടെ, കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമാണ്, ഇന്ത്യ ലോകത്തിൻ്റെ ഒരു ഭാഗമാണ്. ലോകത്ത് നടക്കുന്ന കഴിഞ്ഞ 25 വർഷങ്ങളിൽ വളർന്നു വന്ന ആഗോള സുന്നി സ്പെസിഫിക് ആയ ഇസ്ലാമിസ്റ്റ് തീവ്രവാദം തന്നെയാണ് ഇതിന് അടിസ്ഥാനം. അതിന് കേരളത്തിന് ഫണ്ടുകളുണ്ട്, കേരളത്തിൽ അവർ ഫണ്ട് ചെയ്യുന്ന പേപ്പറുകളുണ്ട്, അവർക്ക് അവരുടേതായ പ്രചരണ മാധ്യമങ്ങളുണ്ട്. അതിനെ ഐഡിയോളജിക്കലി നമുക്ക് തോൽപ്പിക്കണം. ഞാൻ തിരികെ എത്താം താങ്കളിലേക്ക്. അതിന് ശ്രീ അബ്ദുള്ള മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നിയമവശത്തിലേക്ക് അഡ്വക്കേറ്റ് CP ഉദയഭാനു, താങ്കൾ ഈ രാഷ്ട്രീയവും ഇതിൻ്റെ വർഗീയതയും ഒന്നും ചർച്ച ചെയ്യേണ്ടതില്ല, അത്തരം ആശങ്ക താങ്കൾക്ക് വേണ്ട. ഇവിടെ NIA കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭീകരതയ്ക്ക് അറുതി വരുത്തുന്നതിൽ ഈ പറയുന്ന നിയമപ്രക്രിയയ്ക്ക് എത്രമാത്രം വലിയ പങ്ക് അവകാശപ്പെടാൻ കഴിയും. ഇപ്പോൾ ഒരു തടിയൻ്റെ അവിടെ നസീറിനെ പിടിച്ചു, കുറേ അരക്ഷിതരായ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെ പിടിച്ചു. വാലി തുടങ്ങിയിട്ടുള്ള വലിയ ആളുകൾ ഈ നെറ്റിന് പുറത്താണ്. NIA പോലൊരു ഏജൻസി അന്വേഷിക്കുമ്പോൾ അവരിലേക്ക് പോകാനുള്ള വ്യാപ്തി ഉണ്ടാകണം. അതിന് അവിടെ പ്രോസിക്യൂഷൻ എത്രമാത്രം വിജയം അവകാശപ്പെടാം ഭീകരതയുടെ വേരറുക്കുന്നതിൽ?
കേരളത്തിലെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആദ്യമായിട്ടാണ് വിചാരണ നേരിട്ട് ഒരു ശിക്ഷയ്ക്ക് വിധേയമാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരമൊരു കേസ് അന്വേഷിക്കുമ്പോൾ സാധാരണ ഒരു കൊലക്കേസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്വേഷണ രീതി തുടരേണ്ടതായി വന്നിട്ടുണ്ട് NIA ഏജൻസിക്ക്. സാധാരണ ഒരു കൊലക്കേസിൽ ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രതിയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലൂടെയാണെങ്കിൽ തെളിവുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ശാസ്ത്രീയമായിട്ടുള്ള മറ്റു തെളിവുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഉണ്ടാക്കുകയല്ല, അത് കണ്ടെത്താൻ എളുപ്പമാണ്, സ്ഥാപിക്കാനും എളുപ്പമാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട സംഗതി തീവ്രവാദവുമായി ബന്ധപ്പെട്ടതാണ്. ആ തീവ്രവാദത്തിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ്. ആ ഗൂഢാലോചന നടത്തിയത് സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിലോ അല്ല, അന്തർദേശീയ തലത്തിലാണ്. പാകിസ്ഥാനെ സ്നേഹിക്കുന്ന രാജ്യമാകുകയും ഇന്ത്യയെ ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അതിൻ്റെ രേഖകൾ ഉണ്ടാക്കുക, ടെലിഫോൺ ബന്ധങ്ങൾ സ്ഥാപിക്കുക, ആ ടെലിഫോൺ രേഖകൾ സംഘടിപ്പിക്കുക, അങ്ങനെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ് ഈ NIAക്ക് ഉണ്ടായത്. സമാനമായ മറ്റ് കേസുകളൊന്നും തന്നെ NIAയുടെ മുമ്പിലില്ല. ഒരു പാത വെട്ടിത്തെളിച്ച് പുതിയതായിട്ടൊരു പാത വെട്ടിത്തെളിച്ച് NIAക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു അന്വേഷണ തലത്തിൽ തന്നെ നിന്നുകൊണ്ട് വളരെ സമർത്ഥമായി അവർക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിമിതികൾ ഏറെ ഉണ്ടാകാം, അല്ലെങ്കിൽ കണ്ടെത്തിയത് പൂർണ്ണമായി എന്ന് വരില്ല. എന്നാൽ തന്നെയും വളരെ പരിമിതമായ സാഹചര്യങ്ങൾ കൊണ്ടും ഈ NIA എന്ന ഒരു പുതിയ അന്വേഷണ സംവിധാനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ അവർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷമായി നമുക്ക് ഈ തടിയൻ്റെ ഇവിടെ നസീറും മറ്റുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഗൂഢാലോചന എന്ന് പറയുന്നത് എടക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉത്ഭവിച്ച് അല്ലെങ്കിൽ കണ്ടെത്തി അവിടെ നിന്നും പുറത്തേക്ക് പോയി കാശ്മീരിന് പുറത്തുള്ള ഈ പാകിസ്ഥാനിലെ പ്രദേശങ്ങളിലേക്ക് പോയി എന്നാണല്ലോ കണ്ടെത്തേണ്ടിയിരുന്നത്. ആ കാര്യത്തിൽ അവർ ഫലപ്രദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ നേരത്തെ ഉള്ള ആളുകൾ രാഷ്ട്രീയമായിട്ടും സൈദ്ധാന്തികമായിട്ടുമായിട്ട് സൂചിപ്പിച്ച അർത്ഥത്തിലുള്ള രീതിയിൽ കണ്ടെത്തുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മുളയിലേ നുള്ളി അവസാനിപ്പിക്കുന്ന ഒരു അവസാന വാക്കാണ് ഇന്നത്തെ വിധി എന്ന് നമ്മൾ ചിന്തിക്കുന്ന മൗഢ്യമാണ്. ഇത് തീർച്ചയായിട്ടും ഒരു തുടക്കമാണ്. നിയമപ്രക്രിയയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇനി നടപ്പാക്കേണ്ടത് ഇവിടുത്തെ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വവും അതിന് നേതൃത്വം കൊടുക്കുന്ന പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റുമാണ്. അതിന് ഭരണതലത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ചലിപ്പിക്കുവാനുള്ള ഒരു ചാലക ശക്തിയായി മാറാനായിട്ട് പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിന് കഴിയണം. എന്നാൽ മാത്രമേ കോടതി ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു സംരംഭം വിജയത്തിലെത്തിക്കാൻ കഴിയുള്ളൂ, ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ കഴിയുള്ളൂ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരികെ എത്താം. ശ്രീ ഒ അബ്ദുള്ള, ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്കുള്ള മറുപടി. ഒപ്പം തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് എത്രമാത്രം വസ്തുതാപരമാണെന്നറിയില്ല. 2500 ഒമാൻ റിയാലിൻ്റെ കണക്കാണ് ഈ മൊത്തം കളികൾക്ക് ചിലവായിരിക്കുന്നതെങ്കിൽ അത് എത്ര വലിയ തുകയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പ്രചോദിപ്പിക്കാൻ വ്യക്തികളെ? ഇനി ഈ പറയുന്ന പ്രത്യയശാസ്ത്ര താല്പര്യമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എങ്കിൽ? മിസ്റ്റർ വേണു, 3 ആളുകളോട് എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. ദയവായിട്ട് അല്പം സമയം തരേണ്ടി വരും. ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ തടിയൻ്റെ അവിടെ നസീറൻ കമ്പനിയെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 3-4 ചാനൽ ചർച്ചിൽ പങ്കെടുത്താണ് വരുന്നത്. ഈ ചർച്ചകളിലൊക്കെയും ഈ തടിയൻ്റെ അവിടെ നസീറൻ വിഭാഗവും പ്രതിനിധാനം ചെയ്യുന്നതായ തീവ്രവാദ ആശയത്തെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ശൈലി കേട്ടാൽ ഞങ്ങളൊക്കെ അവരെ ന്യായീകരിക്കാൻ തോന്നും. ഇവിടെ ഒരാൾ ഒരു ഇസ്ലാമിലേക്ക് വന്ന് 22 ദിവസം കൊണ്ട് അയാൾ ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കി ഹൈദരാബാദിലൂടെ കാശ്മീരിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിലെത്തും. ഞാൻ ഏതാണ്ട് 70 കൊല്ലമായി ജീവിക്കുന്നു. എനിക്കിതുവരെ വിശുദ്ധ ഖുർആനോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ചര്യകളോ വായിച്ചിട്ട് ഇങ്ങനെ ഒരു വഴി അറിഞ്ഞുകൂടാ. ഞാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. മത തീവ്രത എന്ന് പറയുന്നതിനെ അത് ഹൈന്ദവ തീവ്രതയായാലും ഇസ്ലാമിക തീവ്രതയായാലും വളരെ ദൂരം വെക്കണം എന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ നേരത്തെ ആ പ്രതികൾ പറഞ്ഞതായ താടി വെക്കാനും പിന്നെ തൊപ്പി വെക്കാനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ താലിബാനെ ഞാൻ ലേഖനം മാതൃഭൂമിയിൽ എഴുതിയ ആളാണ്. എനിക്ക് ഈ താടിയോട് എനിക്ക് ഷേവ് ചെയ്യാൻ വളരെ പ്രയാസങ്ങളുണ്ട്. ഫോറിൻ ബ്ലേഡ് കൊണ്ടല്ല ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലെ ബ്ലേഡ് വളരെ മോശമാണ്, താടി മുറിയുന്നു. അപ്പോൾ അതൊക്കെ വരുത്തി താടി പഠിച്ച് ഈ ആളുകൾ, ഞാൻ ഒരുപാട് മതഗ്രന്ഥങ്ങൾ പഠിച്ച എൻ്റെ വിദ്യാഭ്യാസ ജീവിതം തന്നെ അവിടെ കഴിച്ചു കൂട്ടിയത് വിദേശത്തും ഇന്ത്യയിലും. പക്ഷേ എന്നെ ഒരു മതപണ്ഡിതനായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം എനിക്ക് താടിയില്ല, തൊപ്പിയില്ല. അത് ഇസ്ലാമിൻ്റെ ചിഹ്നമല്ല. ഞാൻ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ഒരു പച്ചക്കുതിര എന്ന് പറഞ്ഞ മാസികയിൽ ഞാൻ എഴുതിയ ലേഖനത്തിലെ ശീർഷകം തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ പിന്നെ വേഷം പോരെ കേരളീകരിക്കുന്ന അദ്ദേഹം മീശ വെച്ചു.
അദ്ദേഹം താടി വടിച്ചു, അദ്ദേഹം മര്യാദക്ക് മാന്യമായ വസ്ത്രധാരണം നടത്തി. ഈ വടക്കേന്ത്യൻ വസ്ത്രം ഇസ്ലാമിക വസ്ത്രമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് 101% ഈ തടിയൻ്റെ അവിടെ നസീറൻ കമ്പനിയുടെ ഈ തീവ്രതയോടും അവരുടെ വസ്ത്രധാരണ രീതിയോടും അവരുടെ ചിന്താഗതിയോടും അവരെ വഴിപിഴപ്പിച്ചതോടും അവരുടെ തെരീക്കത്തിനോടും അവരുടെ സൂഫിസത്തിനോടും എല്ലാം 100% വിരോധമുള്ള ഒരാളാണ് ഞാൻ. അതോടൊപ്പം ഞാൻ പറയുന്നു, ഈ സംഭവം തനിയെ ഉണ്ടായതല്ല, ഇതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, മതപരമായ ചില പോക്കറ്റുകൾ, ചില ആത്മീയ കച്ചവട കേന്ദ്രങ്ങൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സൂഫിസത്തിൻ്റെയോ തെരീക്കത്തിൻ്റെയോ അല്ലെങ്കിൽ തബ്ലീഗിൻ്റെയോ അതുപോലെയുള്ള ചില മതപരമായ, ഞാൻ പറയുന്ന ചില മതപരമായ വെച്ചുകെട്ടലുകൾ, ചില ഈ വിൽപ്പന കേന്ദ്രങ്ങൾ, ഇവിടെയുള്ളതായ ചില ഗുരുക്കന്മാർ ഉസ്താദന്മാരുണ്ട്. അവരെ ഖുർആനിനെ ബാഹ്യമായി മാത്രം മനസ്സിലാക്കി അതിൻ്റെ യഥാർത്ഥമായ ആശയം അതിൻ്റെ സംഹിതയും മനസ്സിലാക്കാതെ ഒരുപാട് ചെറുപ്പക്കാരെ വഴിപേപ്പിക്കുന്നു. 2, അവർക്ക് വിദേശത്തിൽ നിന്ന് അതിനുള്ള ഏതെങ്കിലും ഭരണകൂടമാണെന്ന് ഞാൻ പറയുന്നില്ല, വിദേശത്ത് ജോലി ചെയ്യുന്നതായ ആളുകളിൽ നിന്ന് കിട്ടുന്നു. പക്ഷേ ഇതിന് മറുപടി പറയുമ്പോൾ ഇതെല്ലാം തന്നെ വിദേശ പണമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് രാഹുൽ ഈശ്വറിനോടുള്ള എല്ലാവിധ സ്നേഹത്തോടും കൂടി, പ്രത്യേകിച്ച് അയാൾ മലയാളം ഹൗസിൽ നിന്ന് വരുന്ന ഒരാളാണ്, നമ്മൾ വളരെയധികം അദ്ദേഹത്തെ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുണ്ട്. ആ അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏറ്റവും വന്നത് ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾക്കാണ്. RSSനെ പോലെയുള്ളതായ ഹിന്ദു സംഘടനകൾക്ക് കിട്ടിയതിൻ്റെ 100% പോലും എനിക്ക് കൃത്യമായ സംഖ്യ അറിയാം, ഇവിടുത്തെ മതസംഘടനകൾക്ക്, മുസ്ലിം സംഘടനകൾക്ക് കിട്ടുന്നില്ല. 3-ാമത്തെ കാര്യം, ലോകാടിസ്ഥാനത്തിലുള്ളതായ ഒരു പ്രതിഭാസമാണ് തീവ്രത എന്ന് പറയുമ്പോൾ ഇറാഖിൽ നടന്ന തീവ്രതയെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇറാഖിൻ്റെ നേരെ അമേരിക്കൻ അധിനിവേശത്തെ ചെറുക്കാൻ വേണ്ടി സ്ഫോടനങ്ങളും ചാവേറുകളും ഉണ്ടാവും. അത് ആ രാജ്യത്തിന് വേണ്ടി എല്ലാവിധത്തിലും ഗാന്ധിജി ഉണ്ടായിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒറ്റപ്പെട്ട ഒരു ഗാന്ധിജി ഉണ്ടായി. ആ ഗാന്ധിജിയെ പോലെ ആകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പല രാജ്യങ്ങളിലെ പോരാട്ടങ്ങൾ സായുധ പോരാട്ടങ്ങളായിരുന്നു, ചാവേറുകളായിരുന്നു. അന്ന് ചാവേറുകളല്ല, വേറെ കാര്യത്തിൽ താങ്കളോട് തന്നെയാണ് അടുത്ത ചോദ്യവും. ഞാൻ ഇടപെടുകയാണ്. ഇവിടെ ഈ ഫണ്ട് വരുന്ന കാര്യത്തെപ്പറ്റി പറയുകയുണ്ടായി. തടിയൻ്റെ അവിടെ നസീറും ഈ പറയുന്ന ടീമും, താങ്കൾ ഈ പറയുന്ന കുറ്റവാളികളുടെ ഒരു ചെറു സംഘം, കേരളത്തിൽ എത്ര സജീവമായി പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട സംഘടനകളുണ്ട്? പ്രത്യക്ഷത്തിലും പരോക്ഷമായും ഒക്കെ പ്രവർത്തിക്കുന്ന എത്രയോ ഗ്രൂപ്പുകളുണ്ട്. ഇവരുടെ ആരുടെയും ബാന്ധവമില്ലാത്ത ഇങ്ങനെ ഒരു സംഘത്തെ എങ്ങനെയാണ് ലഷ്കർ കണ്ടെത്തുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ തടിയൻ്റെ അവിടെ നസീർ ഉൾപ്പെടെയുള്ളവർ നാം മുന്നിൽ കാണുന്ന മുഖങ്ങൾ മാത്രമാണോ? ഇവരിലേക്ക് എത്തുന്ന മറ്റു കണ്ണികൾ ഇപ്പോഴും സുരക്ഷിതരായി പിന്നിൽ തന്നെ ഉണ്ടോ? ശ്രീ ഒ അബ്ദുള്ള. അതിനെപ്പറ്റി എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. സത്യം പറയുകയാണെങ്കിൽ ഇവരെ പറ്റി നമ്മൾ ഈ തടിയൻ്റെ അവിടെ നസീറൻ കമ്പനീനെ പിടികൂടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇതെന്താണെന്നും ഇങ്ങനെ ഒരു കൂട്ടർ. എനിക്ക് ആദ്യം സംശയമായിരുന്നു, കാശ്മീരിൽ എന്തിനു ഇവർ പോയി? കാശ്മീരിൽ പോയി ഒരു 5 ആൾ പോയി കാശ്മീരിൽ ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ 5ാമത്തെ സൈനിക ശക്തിയാണ്. ഇവർ സാധാരണ പത്രം വായിക്കാറില്ലേ? 5 ആളോ 10 ആളോ അല്ലെങ്കിൽ ലഷ്കറുകൾ പല തവണ വന്നല്ലോ. കാശ്മീരിൻ്റെ 1 ഇഞ്ച് ഭൂമി അവർക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞോ? അപ്പോൾ സാധാരണ നിലക്ക് ശരിയായ ബുദ്ധിയുള്ള ഒരാൾ അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഇതിന് പിന്നിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അവരുടെ ഡെഡ് ബോഡി ആരും കണ്ടിട്ടില്ല, അവരുടെ ഒരു FIR പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇയാൾ ഉമ്മത പറയുന്നു, എനിക്ക് നന്ന ചുരുങ്ങിയ ദീപം അബ്ദുള്ള സാറിനെ പോലെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരൂ. അബ്ദുള്ള സാറിനെ പോലെ കാട് കയറി താടിയുടെയും മുടിയുടെയും കാര്യം പറയാൻ എനിക്ക് താല്പര്യമില്ല. സാർ ഉപയോഗിച്ചൊരു വാക്ക് തന്നെ ശ്രദ്ധിച്ചോ, അവർക്ക് കാശ്മീരിനെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതാണ് അതിന്റെ ആശയം. അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ കാശ്മീർ ഇന്ത്യയുടെ അല്ല എന്നാണ്. ചർച്ച മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരിക്കലും തന്നെ ഭീകരന്മാർക്ക് ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു തെളിവ് പറഞ്ഞത് എന്താ അങ്ങനെ വാക്കിയെ പറയുന്നത്? അവരുടെ വേർഷൻ തന്നെയാണല്ല. ഞാൻ അബ്ദുള്ള സാറിന്റെ വേർഷൻ ഉണ്ടെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ വേർഷൻ ഓണവും പറയുന്നത് ഈ കുബുദ്ധികളോടുകൂടി സംസാരിക്കാൻ സാധ്യമല്ല. അദ്ദേഹം കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. നമ്മുടെ നാട്ടിലെ ഓണവും ഈദും ക്രിസ്മസും എല്ലാം ഒരേപോലെ ആഘോഷിച്ച് വന്നവർക്ക് കാശ്മീർ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കേണ്ടതാണ് എന്നൊരു തോന്നൽ എങ്ങനെ ഉണ്ടായി? അദ്ദേഹത്തിനല്ല, ഈ സർഫ്രാസ് നവാസിന്. എന്റെ ചോദ്യം അതല്ല. കേരളത്തിൽ താങ്കൾ ഈ പറയുന്നത് ഫണ്ട് വരുന്നു, ഈ പറയുന്ന ഒരു ക്രിമിനൽ ചെറു സംഘത്തെ മാത്രമായി കണ്ടെത്തുന്നു ലഷ്കർ. തീർച്ചയായും അവർ ഏറ്റവും പ്രധാനം ഇന്റർനെറ്റ് റിക്രൂട്ടിംഗ് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ അന്താരാഷ്ട്ര
മാധ്യമങ്ങളിലുള്ളതാണ്. 2 ഗൾഫിൽ നിന്നടക്കം ഇവിടെ കേരള സെൻട്രിക് ആയ ഒരു മോഡൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 150-ൽ പരം സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്ന് പറയുന്നു. കേരളം ഒരു ഇതിന്റെ ഐഡിയോളജിക്കൽ ഇൻഡോക്ട്രിനേഷന്റെ ഒരു വേദിയായി മാറുകയാണ്. ഒരു കാര്യം, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾക്ക് ഇവരുമായി ഒരു ബന്ധവുമില്ല എന്നാണോ? അല്ല, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാവരും അങ്ങനെയാണെന്ന് പറയില്ല. എല്ലാവരെയും പറ്റിയല്ലോ ചോദിക്കുന്നത്. ചില സിമ്പതൈസേഴ്സ് ഉണ്ടെന്ന കാര്യം പറയാതിരിക്കാൻ ഇന്റർനെറ്റ് ശരിക്കും ശ്രീ ഓ അബ്ദുള്ള പറഞ്ഞത് ഇന്ത്യ എന്നത് ലോകത്തിലെ 5ാമത്തെ സൈനിക ശക്തി. അവിടെ പോയി ഇന്ത്യൻ സൈന്യത്തെ നേരിടാനൊക്കെ കഴിയുമോ എന്ന് പോലും ആലോചിക്കാൻ ബുദ്ധിയില്ലാത്ത ആളുകൾ ഈ ഇന്റർനെറ്റ് റിക്രൂട്ട്മെന്റിൽ പെടുമെന്നാണ്. ഇന്റർനെറ്റ് റിക്രൂട്ടിൽ തീർച്ചയായും പെടുന്നതുകൊണ്ടാണല്ലോ അജ്മൽ അമീർ കസീമിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ആക്രമിച്ചാൽ സ്വർഗ്ഗത്തിൽ കന്യാകുമാരിയെ കിട്ടുമെന്നാണല്ലോ അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡോക്ട്രിനേഷൻ ഇവിടെ പോകുന്നുണ്ട്. 2 അബ്ദുള്ള സാർ പറഞ്ഞു ഇദ്ദേഹത്തിന് തടിയൻ നസീർ അടക്കമുള്ള ആൾക്കാരെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. നമ്മുടെ സമുദായത്തിൽ, ഹിന്ദു സമൂഹത്തിൽ വർഗീയതയുണ്ട്, തീർച്ചയായും തീവ്രസ്വരക്കാരുണ്ട്. അവരെ അറിയുകയും തടയുകയും ചെയ്യേണ്ടത് ഹിന്ദു സമൂഹത്തിലെ മോഡറേറ്റുകളുടെ ഉത്തരവാദിത്തമാണ്. ഇതേപോലെ മുസ്ലിം സമൂഹത്തിലെ തീവ്രസ്വരക്കാരെ തടയേണ്ടത് ആ സമൂഹത്തിലെ നാഷണലിസ്റ്റായ സെക്കുലർ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പലരും പിന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. കണ്ടില്ലെന്ന് കണ്ണടക്കാൻ പറ്റില്ല. അപ്പൊ ഇവരോട് ഒരു മെല്ലപ്പോക്ക് നയവും സോഫ്റ്റ് പെഡലിങ്ങും അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള നയം എടുക്കുന്നതാണ്. 2 ഇസ്രായേലിന്റെ പേരിൽ, അമേരിക്കയുടെ പേരിൽ, ഇറാഖിന്റെ പേരിൽ. ഇറാഖിലെ മുസ്ലിങ്ങൾക്ക് ഒരു വിഭാഗം താല്പര്യമില്ലായിരുന്നല്ലോ സദാം ഹുസൈനെ. പക്ഷെ നമ്മൾ ഇവിടെയും രക്തസാക്ഷിയാക്കുകയാണ്. സദാം ഹുസൈനെ ഇവിടെ രക്തസാക്ഷിയെ ഉയർത്തിക്കാട്ടി മുസ്ലിം കൺസോൾട്ടേഷനും വോട്ട് ബാങ്കിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഒസാമ ബിൻ ലാദൻ മരിക്കുമ്പോൾ രക്തസാക്ഷി എന്ന് കേരളത്തിലെ ഒരു മാഗസീൻ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഈ ടെററിസ്റ്റിന്റെ ബേസ് തുടങ്ങുന്നത്, ടെറർ റിക്രൂട്ട്മെന്റിന്റെ അടിസ്ഥാനം തുടങ്ങുന്നത്. ഞാൻ ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ ഇപ്പോൾ ഈ ഫണ്ട് വരുന്നു എന്ന് പറയുന്നു, അതൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് എന്നും പറയുന്നു. അല്ലാതെ വലിയ പ്രത്യയശാസ്ത്ര ബാധ്യതയൊന്നുമല്ല ഇതിൻ്റെ പിന്നിൽ. അത്തരം നിരീക്ഷണങ്ങളുമുണ്ട്. അവിടെയാണ് ശ്രീ ഓ അബ്ദുള്ള പറഞ്ഞത്, ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് ഏറ്റവും കൂടുതൽ കൈപ്പറ്റിയിട്ടുള്ളത് സംഘപരിവാർ ശക്തികളാണോ? ഇപ്പോൾ ഭീകരതയുടെ രംഗത്ത് നിന്ന് സംഘപരിവാർ ശക്തികൾക്കും സ്വയം അകലം പ്രഖ്യാപിക്കാൻ കഴിയുന്നതല്ല. മാലേഗാവായാലും മക്ക മസ്ജിദ് ആയാലും സംജോത് ആയാലും ഒക്കെ നിങ്ങളുടെ നേരെയും സംശയത്തിൻ്റെ നിഴൽ നീളുന്ന നിലയിലാണല്ലോ. സംശയത്തിനല്ല, ഉറപ്പിൻ്റെതാ. രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനുള്ള ഫണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് വരുന്ന കാര്യമാണ് ശ്രീ അബ്ദുള്ള പറഞ്ഞത്, അതോ വേറെന്തെങ്കിലും ഫണ്ടാണോ പറഞ്ഞത്? അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്ന ഫണ്ടുകളെ പറ്റിയാണ് പറഞ്ഞത്. ഇവിടെ 82% ഹിന്ദു ജനതയാണുള്ളത്. അത് 13% ജനതയുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അതിനേക്കാൾ വളരെയേറെ കിട്ടുന്നു എന്ന് പറയുന്ന അവസരത്തിൽ നമ്മുടെ ഈ ചർച്ച എന്താണ്? ഈ മതത്തെ പറ്റിയുള്ള ചർച്ചയാണോ അതോ തീവ്രതയ്ക്കെതിരെ ദേശസ്നേഹത്തെ പറ്റിയിട്ടുള്ള ചർച്ചയാണോ? അത് മനസ്സിലാകുന്നില്ല. ഏതായാലും ഒരു കാര്യം ചിന്തിക്കേണ്ടത്, തീവ്രവാദത്തിനെതിരെ ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കേണ്ട സമയമാണിത്. അതിനെ മതപരമായിട്ടുള്ള ചിന്ത, അവർക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടുന്നു ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതല്ല. വിദേശത്ത് നിന്ന് പണം വരുന്നുണ്ടെങ്കിൽ അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രയോഗിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്, അത് വിനിയോഗിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശ്രീ അബ്ദുള്ള പറയുന്നത്, അദ്ദേഹം പറയുന്നു ശ്രീ തടിയൻ്റെ നസീറിനെയൊക്കെ എതിർക്കുന്നു, അത് അംഗീകരിക്കുന്നു. പക്ഷേ അവർക്ക് പ്രോത്സാഹനജനകമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അതിന് ശേഷം വരുന്നത്. അതെങ്ങനെ നിഷേധിച്ചാലും അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. അവിടെയാണ് ഈ കുഴപ്പം. ഈ മതവും ഈ ദേശവിരുദ്ധ പ്രവർത്തനവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ കാണുന്നുള്ളൂ എന്നുള്ള തോന്നലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മതപരമായിട്ടുള്ള ചർച്ചയല്ല വേണ്ടത്. ദേശസ്നേഹത്തിനും അതുപോലെ തന്നെ ഈ ദേശദ്രോഹികൾക്കും തമ്മിലുള്ള ആ വ്യത്യാസമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും രാജ്യസ്നേഹിയായിട്ടും ആരെയും രാജ്യദ്രോഹിയായിട്ടും കാണാൻ സാധിക്കില്ല. തുടങ്ങിയത് തന്നെ ശ്രീ അബ്ദുള്ള ഈ ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് ഇവരെയെല്ലാം ശിക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡാണ് എടുത്തത്. അവിടെയാണ് ഈ തീവ്രവാദം വളരാൻ ഈ വളവിട്ട് കൊടുക്കുന്നത്, ബുദ്ധിജീവികൾ വളവിട്ട് കൊടുക്കുന്നത്. അവിടെയാണ് അതിനെയാണ് എതിർക്കേണ്ടത്. അല്ലാതെ മതത്തിൽപ്പെട്ട ഈ മതസ്ഥാപനങ്ങളെ ഇവിടെ വധശിക്ഷ നൽകണം എന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയുണ്ടായി. ചില കോടതി വിധികളുടെ തന്നെ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് NIA കോടതി ഇപ്പോൾ അത് വേണ്ട, ചിലർക്ക് ഇരട്ട ജീവപര്യന്തം ചിലർക്ക് ജീവപര്യന്തം എന്ന നിലയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതൊരു പോരായ്മയായി തോന്നുന്നുണ്ടോ? അതോ നിയമപരമായ പരിശോധനകളിലൂടെ കൂടുതൽ മൂർത്തമായി ന്യായാധിപൻ എത്തിയ ഒരു നിലപാട്, അത് ഇനി അപ്പീൽ കോടതികളിൽ പോലും സാധുവാകുന്നൊരു നിലപാട്, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? വധശിക്ഷയെ സംബന്ധിച്ച് ലോകത്താകമാനം തന്നെ ഒരു നീതിബോധം ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ബച്ചൻ സിംഗ്, മച്ചി സിംഗ് തുടങ്ങിയ കേസുകളുടെ അടിസ്ഥാനത്തിൽ സമീപകാലത്ത് പോലും സുപ്രീം കോടതി പറഞ്ഞത്
അപൂർവങ്ങളിൽ അത്യപൂർവം എന്ന ഒരു തിയറി കണ്ടെത്തി അങ്ങനെയുള്ള കേസുകളിൽ മാത്രമേ ഈ വധശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ കൊടുക്കുന്നത് തന്നെ വളരെ വളരെ പരിമിതമായ സാഹചര്യങ്ങൾ എന്ന് ഇപ്പോൾ പരിമിതപ്പെടുത്തി വരികയാണ്. അത് ലോകത്താകമാനം ഈ ഒരു പുതിയ തിയറിയായിട്ട് വളർന്നിട്ടുണ്ട് ഒരു നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ അതിനെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ജുഡീഷ്യറിയും ആ സമീപനം തുടർന്നു പോകുന്നത്. കേരളത്തിലാണെങ്കിൽ തന്നെയും സമീപകാലത്ത് ജസ്റ്റിസ് വസന്തും മറ്റും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള ചില വിധിന്യായങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ വധശിക്ഷ കൊടുത്തില്ല എന്ന ഒരു കാരണം കൊണ്ട് ഇതിന് ശിക്ഷ കുറഞ്ഞുപോയി എന്നൊരു വാദം ഉയർത്തുന്നതിൽ അടിസ്ഥാനമില്ല. അതേസമയം വധശിക്ഷ കൊടുക്കാതിരിക്കുന്നത് ഈ ജഡ്ജിയുടെ നീതിബോധത്തിൻ്റെ ഒരു ഉയർന്ന ലക്ഷണം കൂടിയാണ്. അദ്ദേഹം വളരെയധികം ഈ ജഡ്ജ്മെൻറ്റിൽ നിന്ന് മനസ്സിലാകുന്നത് സുപ്രീം കോടതിയിലെ വ്യത്യസ്ത വിധിന്യായങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് കോട്ട് ചെയ്തതിന് ശേഷമാണ് വധശിക്ഷ അർഹത ഉണ്ടെങ്കിൽ തന്നെയും അത് കൊടുക്കേണ്ടതില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പിന്നെ ഇരട്ട ജീവപര്യന്തത്തിൻ്റെ കാര്യം, ഇരട്ട ജീവപര്യന്തം എന്നുള്ളത് ജീവപര്യന്തം ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അപ്പോൾ ജീവപര്യന്തം രണ്ട് ജീവപര്യന്തം അനുഭവിക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് വിധിച്ചാൽ പോലും ഇഗ്നേഷ്യസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുപ്രീം കോടതിയിലെ ഒരു വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫലപ്രദമായി നടപ്പാകാൻ പോകുന്നില്ല. ഒരു ജീവപര്യന്തം അനുഭവിക്കുന്നതോടുകൂടി ശിക്ഷ അവസാനിക്കാനാണ് സാധ്യത. ഇതാണ് നിയമപരമായിട്ടുള്ള അതിൻ്റെ ഒരു വശമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ഒ അബ്ദുള്ള, നാം ഈ 2008 കുപ്വാര സംഭവത്തിന് മുൻപ് വരെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുന്ന ജനത എന്ന് വിശേഷിപ്പിച്ചവരാണ് മലയാളികളെ. കുപ്വാര സംഭവം നടന്നപ്പോഴും നാം ഇതിൻ്റെ ആധികാരികതയെ സംശയിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു രാഹുൽ, പ്രവീൺ സ്വാമിയാണ് അത് ആദ്യമായി തീർച്ചയായും ഈ 4 പേരുടെ കേരള കണക്ഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിവരങ്ങൾ തന്നെ നൽകുന്നത്. അപ്പോൾ പോലും നാം അതിനെയൊക്കെ നിഷേധിക്കുകയായിരുന്നു. നമുക്ക് വിവരങ്ങളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാകാം. എങ്കിലും നമ്മുടെ പ്രവണത എന്നത് ഇതിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമൂഹമാണ് നാം എന്നതായിരുന്നു. അത് മാറിയിരിക്കുന്നു. അതുകൂടാതെ ഇതിൽ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ തുടങ്ങിയ ന്യായവാദങ്ങൾ നാം നിരത്താറുണ്ട്. മനുഷ്യാവകാശത്തിൻ്റെ വിഷയത്തിലേക്ക് ഇതിനെ മാറ്റാറുണ്ട്. ഇങ്ങനെയൊക്കെ എത്രമാത്രം അകന്നു നിൽക്കാൻ ഇനിയും കേരള സമൂഹത്തിന് ഈ വിഷയത്തിൽ നിന്ന് കഴിയും? ഇതൊരു യാഥാർത്ഥ്യം എന്ന നിലയിൽ നാം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? മദനിയുടെ കാര്യം, തടിയൻ്റെ അവിടെ നസീറിൽ നിന്നും മദനിയിലേക്ക് എന്ത് ദൂരമാണ് ഇനിയുള്ളത്? ഇപ്പോഴും മദനിയെ ഒരു മനുഷ്യാവകാശ വിഷയമായി കേരള സമൂഹം ചർച്ച ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതായത് മിസ്റ്റർ ജോർജ് കുര്യനെ എൻ്റെ സംസാരങ്ങൾ മുഴുവൻ എഡിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സീറ്റിലേക്ക് PS ശ്രീധരൻപിള്ളയോ മിസ്റ്റർ സുരേന്ദ്രനെയോ വിളിച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് അവർ 4 ആളും കൂടി ഒരു ചർച്ച നടത്തുക. എന്നിട്ട് അല്ലാത്തവരൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഇവിടെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരകളുടെ ഭാഗത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അവരിങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ത്, എങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടായിത്തീരുന്നത് എന്നതിൻ്റെ കാരണത്തിലേക്ക് നമ്മളാരെങ്കിലും അതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴേക്കും നമ്മളെയും കൂടി രാജ്യദ്രോഹികളാക്കുക എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ചർച്ചയിൽ ഒരിക്കലും ചേർന്നതല്ല. ജോർജ് കുര്യന് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും അദ്ദേഹത്തിൻ്റെ പരിസരത്തും സമ്മതനാവാൻ ആവശ്യമായിരിക്കും. പക്ഷേ എനിക്കത് പ്രശ്നമല്ല. അപ്പോൾ ഈ ഒരു മറുപടി എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രണ്ടാമത്, നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വമ്പിച്ച തോതിൽ നമ്മുടെ കേരളം വിദേശങ്ങളുമായിട്ടുള്ള ബന്ധം, പോക്ക് വരവ്, ഇതെല്ലാം കൂടി വളരെ വർദ്ധിച്ച ഈ പരിതസ്ഥിതിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു സംഭവത്തിൽ ഇവിടെ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് മാത്രമേ ഞാൻ പറയുന്നതിന് അർത്ഥമുള്ളൂ. ആ പ്രത്യാഘാതം ഈ നേരത്തെ പറഞ്ഞ മൈദനിയെ പോലെയുള്ള ആൾക്കാർ വിചാരണ കൂടാതെ 9.5 കൊല്ലം ജയിലിൽ കിടക്കുന്നു. പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയക്കപ്പെടുന്നു, വീണ്ടും പിടികൂടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കേസുകൾ BJP സർക്കാരിന് ശേഷം കോൺഗ്രസ് സർക്കാരും അദ്ദേഹം ജയിലിലായിരിക്കെ പല കൊലപാതകങ്ങളുടെയും ഉത്തരവാദിയാണെന്ന് പറയും വീണ്ടും. ഇതൊക്കെ സാധാരണ വളരെ സെൻറ്റിമെൻ്റൽ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അല്ലാത്തവരിൽ ചില ആളുകൾ, വിവരമില്ലാത്ത ആളുകളാണെന്നുള്ളത് എല്ലാവരും പറഞ്ഞുകൂടാ. ആളുകൾ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. പല കാര്യങ്ങളും പലരും പല രീതിയിലായിരിക്കും പ്രതികരിക്കുക. അത്തരത്തിലുള്ള പ്രതികരണം അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അന്തരീക്ഷത്തെ ഇങ്ങനത്തെ ചാനലുകൾ ഒന്ന് ന്യായീകരിച്ചാലും ഇവിടുത്തെ ഭരണകൂടം മൃദു ഹിന്ദുത്വത്തിനോട് അങ്ങേയറ്റത്തെ ചങ്ങാത്തത്തിലായിരിക്കുന്നു. 2 സംഘപരിവാർ ഇവിടെ പന പോലെ വളർന്നു കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ഇവിടുത്തെ ഒരു പ്രത്യേക സമുദായത്തെ പൂർണ്ണമായും നിശ്ശേഷമായും നശിപ്പിക്കുകയും എല്ലാവരെയും ഉന്മൂലനം ചെയ്യും, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പിടിച്ച് വായ കെട്ടി ജയിലിലൊക്കെ ചെയ്താൽ ഒരു പക്ഷേ നല്ലൊരു ലോകം അവിടെ ഉണ്ടായേക്കും. പക്ഷേ അതിന് ഇടക്കാലത്ത് ചില പ്രശ്നങ്ങളും
ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ശബ്ദത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ശബ്ദത്തെ നിങ്ങൾ കണക്കിലെടുക്കേണ്ടതും. ഇത് ദൗർഭാഗ്യകരമാണ്. അബ്ദുള്ള സാറിനെ പോലൊക്കെ ഒരാൾ പറയുന്നത് വിഷമകരമാണ്. എന്ന് ഓർക്കുക, തീവ്രവാദത്തിന്റെ പിതാവ് ഇരവാദമാണ്, വിക്ടിമിസമാണ്. തങ്ങൾ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു, ഇനിയും റിട്ടോർട്ട് ചെയ്യാൻ, ഇനിയും റിട്ടാലിയേറ്റ് ചെയ്യണം എന്നുള്ള വാദഗതിയാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കൂ. ഇര, പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതിനർത്ഥം ഇതിനെല്ലാം ജസ്റ്റിഫൈഡ് ആയ ഒരു റീസൺ ഉണ്ട്. ഇനി ആ റീസണിന് വേണ്ടി ഒരു പ്രതികരിച്ചാൽ മതി. ഇത് തന്നെയാണ് അജ്മൽ അമീർ കസബ് പറയുന്നത്. എന്നും തിരിച്ചാൽ ഒരു ഒറ്റ ചോദ്യം സാർ, അങ്ങ് ആത്മാവിൽ തൊട്ട് പറയണം. 1979 മുസ്ലിം തീവ്രവാദികൾ മക്ക ആക്രമിച്ചത്, വിശുദ്ധ മക്ക ആക്രമിച്ചത് അമേരിക്കക്കെതിരെയാണോ? ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദം കാരണമാണോ മക്ക ആക്രമിക്കപ്പെട്ടത്? മുസ്ലിം തീവ്രവാദികൾ മക്ക ആക്രമിക്കുകയും 500 മുസ്ലിം സഹോദരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. അതെന്തുകൊണ്ട് സംഭവിച്ചു? സംഭവിച്ചു. ഞാൻ ചോദിച്ച ചോദ്യം വളരെ പോയിന്റഡ് ആണ്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ പോയിന്റഡ് ആണ്. മക്ക മുസ്ലിം തീവ്രവാദികൾ ആക്രമിച്ചത് എന്തിന്റെ ഇരയായിട്ടാണ്? അങ്ങ് എന്തിന്റെ ഇരയായിട്ടാണ്? അദ്ദേഹം ഒരിക്കലും അതിന് മറുപടി പറയില്ല. ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു പ്രതിഭാസമാണ്. അതായത് സുന്നി, ഇവരിലെ സുന്നി, 1979 മക്ക ആക്രമിക്കപ്പെടുകയും 500 മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തത് ഹിന്ദു വർഗീയതയോ അമേരിക്കൻ സാമ്രാജ്യമോ? ഓരോ രാജ്യത്തും ഞാൻ പറയാം മറുപടി. ഞാൻ പറയാം, ഓരോ രാജ്യത്തും അവിടുത്തേതായ പല പ്രശ്നങ്ങളുണ്ടാവും. സൗദി ഞാൻ പറയട്ടെ അതിന് മറുപടി. സൗദി ഭരണകൂടത്തിന്റെ പോക്ക്, സൗദി രാജ്യത്വത്തിനോടുള്ള എതിർപ്പ്, അത് അവിടുത്തെ സമ്പത്ത്, അവിടുത്തെ ഓയിൽ റിച്ച് കൺട്രി, അവർ മുഴുവൻ ഒരു വംശത്തിൽ, ഒരു രാജകുടുംബത്തിൽ ഒതുക്കി നിർത്തുന്നതിനുള്ള പ്രതിഷേധമാണ് മക്ക ആക്രമിക്കാനുള്ള കാരണം. നേപ്പാൾ പ്രശ്നങ്ങളില്ല, ഹിന്ദുക്കൾ മാത്രമാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ജസ്റ്റിഫൈബിൾ ആയ റീസൺ ഉണ്ടെന്ന് പറയുന്നത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കലല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കണം. എന്ത് കാരണമാട്ടെ, വിശുദ്ധ മെക്ക സൗദി അറേബ്യയുടെ ഹിന്ദു വിരുദ്ധനോ പോട്ടെ, അദ്ദേഹം മെക്ക ആക്രമിക്കുന്നത് ഇക്കാര്യത്തിൽ എനിക്ക് ആവശ്യമില്ല. ഞാൻ മുസ്ലിമാണോ അല്ല തീരുമാനിക്കേണ്ടത് താങ്കളല്ല. മുസ്ലിമാണ്, പക്ഷേ ഈ തീവ്രവാദത്തോട് മൃദു സമീപനമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അമേരിക്ക, ഇസ്രായേൽ, RSS, മൊസാദ്, ഇത് മാത്രമല്ല. ഒരു പക്ഷേ കേട്ട പലർക്കും അമേരിക്ക ആക്രമിച്ചത് അമേരിക്ക തന്നെയാണ്, മുംബൈ ആക്രമിക്കുന്നത് ഇസ്രായേലും ഇന്ത്യയുമാണ്. ഇങ്ങനെയുള്ള പ്രൊപ്പഗാൻഡകൾ ഇവരുടെ വെബ്സൈറ്റിൽ കാണാം. ഇവരുടെ വെബ്സൈറ്റിൽ, പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിനെ പോലെ വെബ്സൈറ്റുകളിൽ പോയാൽ അമേരിക്ക ആക്രമിച്ചത് അമേരിക്കയാണെന്നും ബോംബെ ആക്രമിച്ചത് ഇവരുടെ ക്യാമ്പുകളിൽ, ഇവരുടെ വടിവീഴ്ചകളിൽ, ഇവരുടെ വള്ളി ടൗസറിലൊക്കെ ഇത്തരത്തിലുള്ളതുണ്ട്. വെറുതെ അത് മാത്രം അങ്ങ് ഇത്തരം ന്യായീകരിക്കുമ്പോൾ അങ്ങ് മുസ്ലിം സമൂഹത്തെ, യുവാക്കളെ വഴിതെറ്റിക്കുകയാണ്. പക്ഷേ ആ മറുപടി കൂടി, ഇതിന് ഒരിക്കലും ഭൂരിപക്ഷ വർഗീയതയല്ല മറുപടി. കൂടുതൽ മതസൗഹാർദ്ദവും നമ്മൾ ഏത് എക്സ്റ്റെന്റ് വരെ പോകണമെങ്കിലും മുസ്ലിം യുവാക്കളെ ഇന്ത്യൻ ഭരണകൂടം കൂടുതൽ വിശ്വാസത്തിലെടുക്കുക തന്നെ വേണം. അത് പ്രീണനമായിട്ട് പറയുന്നതല്ല, കൂടുതൽ ടേക്ക് ദം ഇൻടു കോൺഫിഡൻസ്, അല്ലാതെ വേറൊരു വഴിയില്ല മുമ്പോട്ടെന്നുള്ളത്. അവസാനമായി അതുപോലെ ഹിന്ദു യുവാക്കൾ, മുസ്ലിം യുവാക്കൾ ഇവിടെ ജീവിച്ചു കൊള്ളട്ടെ എന്ന് വെക്കണം. കണ്ടോ, വീണ്ടും ഇരവാദം വരുന്നു. ഈ ഇരവാദമാണ് തീവ്രവാദത്തിന്റെ പിതാവ്. അവസാനമായി ശ്രീ ഇരകൾ ഇരവാദം തന്നെ ഉന്നയിക്കുക. അവസാനമായി അഡ്വക്കേറ്റ് CP ഉദയഭാനു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം എല്ലാ സംസ്ഥാന സർക്കാരുകളെയും അറിയിക്കുകയുണ്ടായി, ഈ പറയുന്ന തരത്തിൽ മുസ്ലിം യുവാക്കളെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ കള്ളക്കേസുകളിൽ കുടുക്കി അകത്തിടരുത്, അതുമായി ബന്ധപ്പെട്ടൊരു ജാഗ്രത ഉണ്ടാവണം എന്ന്. ഈ കശ്മീർ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കേസിൽ ഒരാളെങ്കിലും അങ്ങനെ പെട്ടിട്ടുണ്ടോ? കാരണം നമുക്കറിയാം 5 പേർ സംശയത്തിൻ്റെ ആനുകൂല്യത്താൽ ഇതിനോടകം തന്നെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭരണകൂട ഭീകരതയുടെ ഇരകളായിട്ടുണ്ടോ? 2, ഇവിടെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഈ വിധിന്യായം എത്രമാത്രം പ്രേരിപ്പിക്കും? കാരണം ജഡ്ജി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രതീക്ഷ എന്നത് ഇവരെ എല്ലാവരെയും ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുക, മതേതരത്വ ബോധം അവരിൽ ഉണ്ടാക്കുക, അവരിൽ പരിവർത്തനമുണ്ടായോ എന്ന് നിരന്തരം പരിശോധിക്കുക, അത് സമൂഹത്തെ നിശ്ചയമായും അറിയിക്കുക. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവെന്ന് പറയുന്നത്, ഈ കേസിൽ ഇപ്പോൾ നടന്ന കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് കേസിൽ NIA കോടതിയിൽ നടന്ന കേസിൽ ആരെങ്കിലും തെറ്റായ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഫോൾസായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലോ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളൊരാക്ഷേപം പ്രതികൾ പോലും വ്യക്തമായിട്ട് ഉന്നയിച്ചിട്ടില്ല. ഒരു പക്ഷേ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ,
ഈ ഭീകരവാദം എന്ന് പറയുന്നത് അതൊരു മറ്റൊരു ഐഡിയോളജി തന്നെയാണ്. അതിന് ഉള്ള തെളിവുകൾ ശേഖരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ 5 പേർക്കെതിരുള്ള തെളിവുകൾ വന്നു കഴിഞ്ഞപ്പോൾ അത് നിരത്തിയപ്പോൾ അത് ഗൂഢാലോചനയുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രോസിക്യൂഷന് ശക്തമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവരെ ഫോൾസായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതികളായതാണ്. അതിനെയാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ച പ്രകാരമുള്ള മുസ്ലിം യുവാക്കൾ ഇത്തരം കേസുകളിൽ തെറ്റായ കേസുകളിൽ പ്രതികളാക്കപ്പെടുന്നു എന്നുള്ളത്. രണ്ടാമത്തെ വസ്തുത, ജഡ്ജി ഈ വിധി അവതരിപ്പിക്കുന്നതിനെ രാജ്യത്തെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഈ എൻ്റെ കൈവശമുള്ള ജഡ്ജിമെൻ്റെ പകർപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും ഒരു പ്രതീക്ഷയുമാണ്. ഒരു പുരോഗമന സ്വഭാവമുള്ള പുരോഗമനവാദിയും കൂടിയായ ഒരു ജഡ്ജിയുടെ മനസ്സിൽ ആഗ്രഹങ്ങളാണ് ഇനിയും നേർവഴിക്ക് പോകട്ടെ എന്ന്. ഇനിയും നേർവഴിക്ക് പോകാൻ ഒരു റെഫർമേറ്റീവ് തിയറിയാണ്. ഇവരെ മുഴുവൻ തൂക്കിക്കൊല്ലുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇവരെ മുഴുവൻ ജീവപര്യന്തം ഇട്ടതുകൊണ്ടോ ഈ രാജ്യത്തെ തീവ്രവാദമോ ഈ രാജ്യത്തെ വിഘടനവാദങ്ങളൊന്നും തന്നെ അവസാനിക്കുമെന്ന് ഒരു ന്യായാധിപൻ വിശ്വസിക്കുന്നത് മൗഢ്യമാണ്. അതിൻ്റെ ആ ബോധത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ, പൊതുസമൂഹത്തിലേക്ക് ജീവിക്കാൻ പറ്റിയ പൗരന്മാരായി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഭരണഘടന എന്താണെന്ന് മനസ്സിലാക്കണം. നാം സ്കൂളിൽ പഠിക്കുന്ന കാലത്തെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എൻ്റെ ഭരണഘടനയെ ബഹുമാനിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ശീലുകൾ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണമെന്ന് ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ന്യായാധിപൻ പറഞ്ഞു എന്നതിനെ നമ്മൾ എടുക്കേണ്ടത്. അതിന് നമ്മൾ വൃഥാ തള്ളിക്കളയാൻ പാടില്ലാത്തതാണ്. തീർച്ചയായിട്ടും അത്തരം ശ്രമങ്ങൾ ജയിലിലായാലും അവർക്ക് കൊടുക്കാനായിട്ട് കഴിയുക തന്നെ വേണം. ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ചകളിൽ കുഞ്ഞാലിമരക്കാരുടെയും മറ്റും പാരമ്പര്യവും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയ പ്രതികളും മറ്റും പറയുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തിരുത്താനുള്ള മനസ്സ് വന്നിട്ടില്ല എന്നതാണ്. പക്ഷേ തിരുത്താൻ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ പൊതുസമൂഹം പുറത്തു കൊണ്ടുവരികയും ജയിലിനകത്തേക്ക് പോയവരെ തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അതിൻ്റെ ജയിലിനകത്ത് നിന്ന് ചെയ്യാൻ കഴിയുക ഒരു സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. അത് പ്രാപ്തമാകും എന്ന ഒരു വിശ്വാസമാണ് നമുക്ക് ഉള്ളത്. അത് തീവ്രവാദം എന്നുള്ള വികാരം, അതുപോലെ ഒരു മതപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സൗഹാർദ്ദം അവർക്ക് കിട്ടുന്നില്ല എന്ന ഉറപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് അറുതി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് CP ഉദയഭാനു, ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ഒ അബ്ദുള്ള, ശ്രീ രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഇടവേള.